വെങ്കിടങ്ങ് അൽബസറ ഓഡിറ്റോറിയത്തിന് മുൻവശത്ത് പ്രവർത്തിച്ചിരുന്ന ബ്രൈറ്റ് ഡ്രൈ ക്ലീനിംഗ് ആൻഡ് അയേണിംഗ് എന്ന സ്ഥാപനം സമീപത്തുള്ള സൈനബ കോംപ്ലക്സിലേക്ക് മാറി പ്രവർത്തനമാരംഭിച്ചു. മുല്ലശ്ശേരി നല്ലയിടയൻ ദേവാലയം വികാരി ഫാദർ ടിജോ ജോയ് മുള്ളക്കര വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. അങ്ങനെയുള്ള പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന ചെയ്തുകൊണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഉദ്ഘാടനം ചെയ്തു. നേരിട്ടല്ലാതെയും തൊഴിൽ നൽകുന്ന ഒരു സ്ഥാപനമാണ് ബ്രൈറ്റ് ഡ്രൈ ക്ലീനിംഗ്. ന്യൂനത സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഈ സ്റ്റീം അയണിംഗ് പദ്ധതി പോലും ഇപ്പോൾ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം സംരംഭങ്ങൾ നല്ല രീതിയിൽ വിജയിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതും ഒപ്പം തന്റെ കൂടെ നിൽക്കുന്നവർക്ക് തൊഴിൽ നൽകുന്നതിനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ വിജയം. ഈ സ്ഥാപനം നല്ല നിലയിൽ വളർന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും അഭിനന്ദിച്ചുകൊണ്ടും ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി മുഖ്യാതിഥിയായിരുന്നു. മുല്ലശ്ശേരി ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ ബിന്നി, വാർഡ് മെമ്പർ RV സൈനുദ്ദീൻ, വ്യാപാരി വ്യവസായി സമിതി മണലൂർ മേഖലാ കൺവീനർ P ചന്ദ്രശേഖരൻ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷാജു അമ്പലത്ത് എന്നിവർ സംസാരിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു റൂം കിട്ടിയപ്പോൾ, എല്ലാവിധ സൗകര്യത്തിലും ഈ റൂം ലഭിച്ചപ്പോൾ മാഡത്തിന് ഒരു സംശയം തോന്നിയത് ഇനി കസ്റ്റമർ എങ്ങനെ മുകളിലേക്ക് എത്തുന്നു. ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞു നമുക്കൊരു കപ്പി വെക്കാം, ക്രെയിൻ വെക്കാം. ഉടനെ അതിന്റെ ആധുനിക സാങ്കേതിക വിദ്യ എവിടെയാണ് ലഭിക്കുക എന്ന് അന്വേഷിച്ചു. അതിന്റെ ഏജൻസിയെ പിടിച്ചു ഒരു ക്രെയിൻ സംവിധാനം ഇവിടെ ഏർപ്പെടുത്തി. കാരണം കസ്റ്റമർ നിങ്ങൾ കൊണ്ടുവരുന്ന ഡ്രസ്സ് 6 വർഷം പിന്നിടുന്ന സംരംഭം നൂതന സാങ്കേതിക വിദ്യയായ സ്റ്റീം അയേണിംഗ് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. 4 ബ്രാഞ്ച് ഓഫീസുകൾക്ക് പുറമെയാണ് സൈനബ കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഡ്രൈ ക്ലീനിംഗ്, സ്റ്റീം പ്രസ്സിംഗ്, സ്റ്റെയിൻ റിമൂവൽ, ഹോം ഫാബ്രിക്സ്, കെമിക്കൽ വാഷ്, ഡൈയിങ്, സാരി പോളിഷ്, സാരി സെറ്റിംഗ്സ്, സാരി റോളിംഗ്, ഷൂ ലോണ്ടറി, ബാഗ് ലോണ്ടറി എന്നിവ ഇവിടെ ചുരുങ്ങിയ ചെലവിൽ ഉത്തരവാദിത്വത്തോടെ ചെയ്തു കൊടുക്കുന്നു. ഞാനിവിടെ 2-3 വട്ടം ഇവിടെ പല പരിപാടിയിലും വന്ന് കണ്ടിട്ട് നേരിട്ട് അനുഭവമുള്ള ഒരു കാര്യമാണ്. ഇവിടെ തൊഴിലാളി എന്നോ മുതലാളി എന്നോ ഒരു ബഹുവചനമില്ല. നമ്മളെന്ന ഏകവചനമാണ് ഈ സ്ഥാപനത്തിൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും പിന്നിൽ ഉള്ള ഒരു ഘടകം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമ്മൾ ആണുങ്ങൾ പോലും ഓടി തളർന്ന സ്ഥലത്ത് ഒരു സ്ത്രീയായ ജാൻസി, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി, കുറഞ്ഞ കാലം കൊണ്ട് ഒരു 4 ബ്രാഞ്ച് തുടങ്ങുകയും അതിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും അർഹതപ്പെട്ട നമ്മുടെ സഹോദരിമാർക്ക് ജോലി കൊടുക്കുകയും വലിയൊരു ഭാഗ്യവും ദൈവാനുഗ്രഹമാണ്. എല്ലാവർക്കും ഒരു മാതൃകയാകട്ടെ ജാൻസിയുടെ ഈ വളർച്ചയും കാര്യമൊക്കെ. ഇതുപോലെ സംരംഭങ്ങൾ ധാരാളം ഉണ്ടാകട്ടെ. അതിനുള്ള ധൈര്യം എന്താണോ ഒരു പ്രദേശത്തിൻ്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ ആളുകൾക്ക് ആവശ്യം എന്ന് കണ്ടറിഞ്ഞ് അത് ചെയ്യാനുള്ളൊരു ധൈര്യം വേണം. ആ ധൈര്യം ആണ് നമുക്ക് പലപ്പോഴും ഇല്ലാത്തത്. എല്ലാവരും ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ആളുകൾ ജോലി കൊടുക്കുന്നവരായിട്ട് മാറും. ഞാൻ പറയുന്നത് ജോലി കൊടുക്കുന്നവരായിട്ട് മാറുന്ന ആളുകളെങ്കിലും ഉണ്ടാകണം. അതിന് തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട ജാൻസി സഹോദരി അതിനൊരു മാതൃകയാണ്. ഇനി